ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകളും ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 12ഓളം റിലീസുകളാണ്, 12ഓളം അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തമിഴ് മൂവിയാണ്. യമകാതകി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഫാന്റസി ഹൊറർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമയാണ്. ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. ജെന്റിൽ വുമൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ലിജമോൾ ജോസ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു മലയാള സിനിമയാണ്. മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അച്യുതന്റെ അവസാന ശ്വാസം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2023 റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ തിയേറ്ററിൽ ഇപ്പോൾ വിഷു റിലീസ് ചെയ്ത ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം മരണമാസം എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സോണി ലിവ് സ്വന്തമാക്കിയതിനുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും അടുത്ത മാസത്തോടു കൂടിയൊക്കെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു തെലുങ്ക് മൂവിയാണ്. കൊട്ട ബൊമാലി PS എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നായാട്ട് എന്ന മലയാള സിനിമയുടെ റീമേക്കാണ്, തെലുങ്ക് റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഹിന്ദി മൂവിയാണ്. നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. സിഞ്ചാർ എന്ന് പറഞ്ഞ സിനിമ 2018 റിലീസ് ചെയ്ത സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റെന്റ് ഓപ്ഷനിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ആന്റണി പെപ്പെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു ദാവീദ് എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഏപ്രിൽ മാസം 18-ാം തീയതി C5 വഴിയാണ് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു മലയാള സിനിമയാണ്. കട്ടീസ് ഗ്യാങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളം മാക്സിൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ അതിന് മുമ്പേ പുറത്തു വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഈ സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. റിലീസ് ഡേറ്റ് അവർ പുറത്തുവിട്ടു. ഏപ്രിൽ മാസം 18-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിംപ്ലി സൗത്തിലാണ് വരാൻ പോകുന്നത്. അതേ ദിവസം തന്നെ മലയാളം മാക്സിലും ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ ഇതിനു മുമ്പേ തന്നെ മനോരമ മാക്സിൽ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ് മനോരമ മാക്സിൽ. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മഹാദേവ് കാ ഗോരഖ്പൂർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. ദ ലാസ്റ്റ് ഓഫ് അസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഇംഗ്ലീഷ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, തമിഴ് ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. കോഫ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ആമസോൺ പ്രൈമിൽ ഏപ്രിൽ മാസം 18-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പം ഇത്രയും സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതും ഇപ്പോൾ റിലീസ് ചെയ്തതുമായിട്ടുള്ള അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത്, ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എത്രയാണ് അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.